ഒരു കഷ്ണം ബീഫുണ്ട്. ഇതായിട്ടാണ് പരിപാടി. എന്തുണ്ടാക്കാൻ പോകണമെന്നൊന്നും അറിയില്ല. പിന്നെ ഇന്നലെ ഇറച്ചി മേടിച്ചതാണ്, ഒരു ദിവസം ഫ്രീസറിൽ വെച്ചതാണ്. അപ്പോൾ ഇവർ പറഞ്ഞത് പുറത്ത് പോയിട്ടുണ്ടാക്കണം. അപ്പോൾ എന്താ ബീഫായിട്ട് എന്താ ഉണ്ടാക്കാന്നുള്ളൊരു ഐഡിയ ഒന്നുമില്ല. ഒരു കഷ്ണമുണ്ട്. ചില്ലി ഉണ്ടാക്കട്ടെ? ചില്ലി മതിയോ? ഓക്കെ അല്ലേ? ചില്ലി ഓക്കെ ആണ്. ഇതാ നമ്മുടെ കുക്കിങ്ങൊന്നും ഒരു പ്രൊഫഷണൽ കുക്കിംഗ് ആയിട്ട് ആരും കാണരുത്. ഇത് നമ്മുടെ താൽക്കാലികമായിട്ടുള്ളൊരു അടുപ്പാണ്. ഇതിലിങ്ങനെ ചട്ടിയിട്ടുള്ളൊരു ആൾട്രേഷന് വേണ്ടിയിട്ടുണ്ടാക്കിയത് കമ്പിയാണ്. അത് വെച്ച് നമ്മൾ വെച്ചിട്ട് ഈ ഒരു സെറ്റപ്പിലാണ് ചില്ലി പൊരിച്ചെടുക്കാൻ പോകുന്നത്. ഓക്കെ, ആദ്യം ഇറച്ചി 2 പീസാക്കി കട്ട് ചെയ്യാം. നമ്മൾ ആദ്യം ഈ 2 പീസാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് ഇറച്ചി നമുക്ക് ചെറുതായിട്ടൊരു മസാല ഇട്ടിട്ട് വേവിച്ച് എടുക്കണം. മഞ്ഞൾപ്പൊടി, കുറച്ച് കുരുമുളക്, ഇതിനിടയിൽ ചെറിയൊരു ട്വിസ്റ്റ് ഉണ്ടായിട്ടോ. നമ്മളിവിടെ അവിടുത്തെ കുക്കിംഗ് ചെയ്യണത്, ഇവിടെ പുറത്ത് ഇങ്ങനെ ഫയർ കൂട്ടി കുക്കിംഗ് ചെയ്യണത് മറ്റുള്ളവർക്ക് ചെറിയ പ്രോബ്ലമാണ്. അപ്പോൾ നമ്മളോട് ഇങ്ങനെ ഒരാളൊന്ന് പറഞ്ഞു, ഇങ്ങനത്തെ പ്രൈവറ്റ് സ്ഥലങ്ങളാണ്, അപ്പോൾ അവിടെ ഉണ്ടാക്കാൻ പാടില്ല, അങ്ങനെ തീ കത്തിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. പക്ഷെ നമ്മളോട് നിർത്താനൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ നമ്മളത് കണ്ടിട്ട് വേറെ ആരെങ്കിലും ഇവിടെ വന്ന് ഇനി ചെയ്യേണ്ടെന്ന് വിചാരിച്ച് ഞങ്ങൾ തൽക്കാലം ഡ്രോപ്പ് ചെയ്തിട്ട് വേറൊരു സ്ഥലത്തേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ പോവാണ്. നമ്മളിവിടുന്ന് വണ്ടി എടുത്ത് പോയിട്ട് ബാക്കി കണ്ടിന്യൂസ് അവിടുന്ന്. അങ്ങനെ സുഹൃത്തുക്കളെ, നമ്മൾ അവിടെ നിന്ന് ഇതിനേക്കാളും നല്ല സേഫ് ആയിട്ടുള്ള സ്ഥലത്തേക്ക് എത്തി. നമ്മൾ അവിടുന്ന് നല്ല സേഫായിട്ടുള്ള സ്ഥലത്തേക്ക് എത്തി. നമ്മൾ വീട്ടിൽ മുറ്റത്തേക്ക് തന്നെ എത്തി. കാരണം ഇനിയിപ്പോൾ അവിടെ മറ്റുള്ളവർ ബുദ്ധിമുട്ടുണ്ടാക്കണ്ടെന്ന് വെച്ചു. അതിൽ ഇവിടെ തന്നെ വന്നിട്ട് നമ്മളിവിടെ തന്നെ വെള്ളം ഒഴിച്ചിട്ട് ഓക്കെ, നമ്മൾ അവിടുന്ന് മസാല ഒക്കെ ഇട്ട് വെച്ച സാധനം ഇവിടെ കൊടുന്ന് നമ്മൾ കുറച്ച് വെള്ളത്തിലിട്ടിട്ട് ഒന്ന് തിളപ്പിച്ച് വേവിച്ചെടുക്കാൻ പോകും. ഇച്ചിരി കൂടെ വെള്ളം, ലേശം വെള്ളം മതി. വെള്ളത്തിൽ കിടന്ന് വേവണം, മസാല ഒക്കെ നല്ല വെന്തിന് ശേഷം ഇറക്കി വെച്ചിട്ട് നെക്സ്റ്റ് പരിപാടി.
ഇറച്ചി ഒരു കുറച്ചു നേരം വെന്തു. സംഭവം ഇനി നമ്മൾ കട്ട് ചെയ്തെടുക്കാൻ പോവാണ്. കട്ട് ചെയ്തിട്ട് ഇതാണ് ഇപ്പോൾ ഫുൾ ബീഫ് നമ്മൾ കട്ട് ചെയ്ത് ചെറിയ പീസാക്കിയിട്ടുണ്ട് വേവിച്ചിട്ട്. ഇനി ഇതിൽ വേറെ മസാല ചേർക്കുന്നുണ്ട്. വേറെ മസാല ചേർത്തിട്ട് നമ്മൾ പൊരിച്ചെടുക്കും. നമ്മൾ നെക്സ്റ്റ് ഒരു മസാല റെഡി ആക്കിയിട്ടുണ്ട്. ചില്ലി ഫ്ലേക്സ്, സാൾട്ട്, ജീരകപ്പൊടി, മുളക് പൊടി ലേശമുണ്ട്, കുരുമുളക് പൊടിയുണ്ട്, ശകലം വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ്, വിനേഗർ കുറച്ച് ശകലം, നല്ല അങ്ങോട്ട് മിക്സ് ചെയ്യാം. ഇത് ശകലം റെഡ് കളർ ചേർത്തിട്ടുണ്ടോ? ചേർക്കാൻ പാടില്ല, ബട്ട് ഇത് ഒരു സൗന്ദര്യത്തിന് വേണ്ടി ചേർക്കുന്നതാണ്. ലേശം ചേർത്തിട്ടുണ്ട്. വീടിൻ്റെ പരിസരത്തായതുകൊണ്ട് മസാല ഇട്ടതിന് ശേഷം വേണമെച്ചാൽ കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെക്കാം. പുറത്താണെങ്കിൽ നമ്മൾ കുറച്ച് നേരം വെച്ചിട്ട് അങ്ങനെ എടുത്തതാകും. ഏതായാലും മസാല ഇട്ടിട്ട് നോക്കാം. നമ്മൾ മസാല ഇട്ട് വെച്ചിട്ടുണ്ട്. ഇപ്പം നമ്മൾ വീട്ടിൽ വന്ന സ്ഥിതിക്ക് ഏതായാലും കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ കുറച്ച് രുചി ഉണ്ടാവും. നമ്മൾ സക്സസ് ആവില്ലെന്ന് അറിയാത്തൊരു പരീക്ഷണം മാത്രമാണ്. പക്ഷേ ഏതായാലും ഇതുവരെ കുഴപ്പമില്ല, നന്നായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഏതായാലും അതിൻ്റെ ഒരു പൂർണ്ണതയിലെത്താൻ വേണ്ടി കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം ഒരു അരമണിക്കൂർ 1 മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് എടുത്തിട്ട് പൊരിച്ചെടുക്കാം. അപ്പോൾ എന്താവും നോക്കാം. നമ്മൾ എണ്ണ ഒഴിക്കാം. നമ്മൾ ചില്ലി ഏകദേശം റെഡി ആയിട്ടുണ്ട്. പക്ഷേ ചെറിയൊരു ഫോൾട്ട് പറ്റി, നമ്മൾ കോൺഫ്ലോർ ഇടാൻ മറന്നുപോയി. ഏതായാലും ഇപ്പോൾ കുഴപ്പമില്ല, നല്ല ഒരു ഉഷാറായിട്ടുണ്ട്. നോക്കടാ, ടേസ്റ്റ് ഉണ്ടോ? കുഴപ്പമില്ല, ഒപ്പിച്ചു.